എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ മറ്റൊരു ലൈവിലേക്കും കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, ആരെയും കാണുന്നില്ല ഓൺലൈനിൽ, എല്ലാവരും തിരക്കാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ശരി, ഇന്നത്തെ മറ്റൊരു ലൈവ് എന്ന് പറഞ്ഞാൽ രണ്ടും സോഷ്യൽ മീഡിയ താരങ്ങളാണ്. ഒന്ന് ABC ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുപമ M ആചാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രായമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവരുടെ ഒരു ആൺസുഹൃത്ത്, ഒരു കാമുകനാണോ ബോയ് ഫ്രണ്ടാണോ അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരു ആൺസുഹൃത്ത്, അതാണ് അവർ രണ്ടുപേരുമാണ് താരങ്ങൾ. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും ഇവരെ രണ്ടുപേരുടെ വീഡിയോസ് ഞാൻ ഒത്തിരി പ്രാവശ്യം കാണാറുണ്ട്, ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ്, ഒത്തിരി പ്രാവശ്യമല്ല, പല വീഡിയോസ് പലരുമായിട്ട് ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നതും സംസാരിക്കുന്നതും ABCയുടെ ന്യൂസിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് അനുപമ M ആചാരിയുടെ. അപ്പൊ അതൊരു ഭാഗത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു സോഷ്യൽ മീഡിയ താരം എന്ന് പറയുന്നത് നമ്മുടെ ജിജി മാരിയോ ആണ്. ജിജി മാരിയോയും അവരുടെ ഹസ്ബൻഡും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടിയാണ്, വഴക്കാണ്, തലമണ്ടി അടിച്ചു പൊട്ടിച്ചു, പിന്നെ തെറി വിളിക്കുന്നു. അങ്ങനെ പരസ്പര സംഭവബഹുലമായ വീഡിയോസുകളും തെറിവിളികളും അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം അനുപമ ആചാരിയെ കുറിച്ച് ഒന്ന് പറയാം. 12 വയസ്സായ ഒരു മകനുണ്ട് അനുപമ ആചാരിക്ക്. ഈ 12 വയസ്സായ മകന്റെ മുന്നിൽ വെച്ചിട്ട് സെക്സ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ സെക്സ് ചെയ്തപ്പോൾ മകൻ ശല്യപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയെ അടപടലം അടിച്ച് മാന്തി ഒരു കോലത്തിലാക്കിയിട്ടാണ് പിന്നെ അനുപമയുടെ അവസ്ഥ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് ഈ കല്യാണം വരെ കൊണ്ടെത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മക്കളെയും പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള മനുഷ്യർക്ക് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുട്ടികളെ ജനിപ്പിക്കാതിരുന്നൂടെ? കൊച്ചു കുട്ടികൾ എന്താണ്, അവര് പാവങ്ങളെ ഈ ഭൂമിയിൽ ഇവരുടെയൊക്കെ പിന്നെ കയ്യിലിരിപ്പ് കൊണ്ടും തോന്നിവാസം കൊണ്ടും അങ്ങനെ കുട്ടികൾ ജനിച്ചു വന്നിട്ട് ആ കുട്ടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ, ആ കുട്ടികളെ മാന്യമായ രീതിയിൽ സമൂഹത്തില് ഏറ്റവും നല്ലൊരു സമൂഹ ജീവിയായി, അല്ലെങ്കിൽ സമൂഹത്തില് ഏറ്റവും നല്ലൊരു മനസ്സോട് കൂടിയിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ട അമ്മ തന്നെ വേലി തന്നെ വിളവ് തിന്നാല് പിന്നെ എന്താണ്? പിന്നെ ആ കുട്ടി വളർന്നു വരുമ്പോ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് ഭാവി തലമുറയായിട്ട് വളർത്തിവിടുന്ന കുട്ടികളാണ് അവരൊക്കെ. അതും ഒരു പത്രത്തിലെ ഒരു മീഡിയയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ അനുപമ. ആ മീഡിയയിൽ ജോലി ചെയ്യുന്ന ആള് തന്നെ ഇതേപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാല് ബാക്കിയുള്ളവരുടെയൊക്കെ കഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. സുനിൽ കുമാർ ഹായ്, നമസ്തേ. സുമേഷ് നമസ്തേ. ബാക്കി ആരുടെയും പേര് കാണുന്നില്ല, ക്ഷമിക്കണം. അപ്പോ ഈ ഭാവി, നമ്മുടെ നാടിന്റെ ഭാവി നമ്മുടെ യുവതലമുറയുടെ കയ്യിലാണ്. ആ യുവതലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോവുക? നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? VR രാജേഷ് ഹായ്, മണികണ്ഠൻ ഹായ്, രതീഷ് അപ്പൻചിറ ഹായ്, നമസ്തേ, എല്ലാവർക്കും നമസ്തേ. അപ്പൊ ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല്, ആ കുട്ടി അവര് ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ് ഈ അനുപമ. ആ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ കല്യാണത്തിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് ഇത്. ഡിവോഴ്സ്ഡ് ആണ്. അച്ഛൻ വേറൊരു സ്ഥലത്താണ്, അമ്മ വേറൊരു സ്ഥലത്താണ്. അമ്മയാണ് കുട്ടിയെ ഇപ്പൊ കുട്ടി അമ്മയുടെ അടുത്താണ്, രണ്ടുപേരുടെ അടുത്ത് മാറി നിൽക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോ ഈ കുട്ടിയെ നോക്കി വളർത്തേണ്ട ചുമതല അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും ഒരേപോലെ ബാധ്യസ്ഥമാണ്. അങ്ങനെ നോക്കി വളർത്തേണ്ട ഒരു കുട്ടിയെ ആ കുട്ടി ഒന്നുകിൽ ഈ സംഭവം ആ കുട്ടിയോടുകൂടി ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇപ്പം അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതം വേണം, അമ്മ ഡിവോഴ്സ്ഡ് ആണ്, അമ്മയ്ക്ക് വേറെ ബോയ് ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ കാമുകൻ വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്സ് വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേറെ ഒരുപാട് വഴികളുണ്ട്. ഇപ്പം തന്ത വൈബാണ്, തള്ള വൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ആൾക്കാരെ കളിയാക്കിയിട്ടും പിന്നെ പരിഹസിച്ചും നടക്കുന്ന ഈ തലമുറയോട് പറയുന്നത്, ഈ 20 വർഷമായിട്ടൊരു പ്രവാസിയാണ് ഞാൻ. 20 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. ആ പ്രവാസ ജീവിതത്തില് ഞാൻ ഇന്നുവരെ ജീവിച്ചത് എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും വേണ്ടിയാണ്. അപ്പൊ ആ സ്വന്തം ജീവിതം കളഞ്ഞ് സ്വന്തം ജീവിതം അന്യരാജ്യത്ത് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി അവനവന്റെ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് അതാ ജീവിക്കുന്നവർക്കേ അറിയുള്ളൂ. ഒരു പ്രവാസി എന്ന് പറഞ്ഞാല് കാണുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും 3 അക്ഷരമേ ഉള്ളൂ പ്രവാസി. അവര് പ്രവാസിയാണ്, അല്ലെങ്കിൽ അവര് UK-യിലാണ്.
അവര് എന്താ പറയാ വിദേശത്താണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡാണ്, കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഭയങ്കര സ്റ്റാൻഡേർഡാണ്. പക്ഷേ ഒരു പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാല് അതികഠിനമാണ്. ഒരു കാര്യം ഞാൻ പോയിന്റ് ചെയ്ത് പറയാം. അപ്പൊ പ്രവാസ ജീവിതത്തിൽ പോയിട്ട് അവനവന്റെ സ്വന്തം സുഖങ്ങൾ നോക്കിയിട്ട് ആ സുഖങ്ങളൊന്നും കൈവിടാതെ അതിനുവേണ്ടി അതിന്റെ പുറകെ പായുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊന്നും അക്കൂട്ടത്തിലല്ല. നമ്മൾ ഇന്നും ജോലി ചെയ്യുന്നു, താമസിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ലോകമില്ല. അപ്പൊ നമ്മൾ ഇന്ന് വരെ ജീവിച്ചത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊരു ഭാവി ഉണ്ടാവണം, നമുക്കൊരു നല്ല കുടുംബ ജീവിതം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു കുടുംബം ഉണ്ടാവണം. അത് അവിടെ നമ്മുടെ കുടുംബം ഭംഗിയായിട്ട് ജീവിക്കണം നമ്മുടെ തണലിൽ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രവാസികളൊക്കെ വണ്ടി കയറി എവിടേക്കെങ്കിലൊക്കെ പോയി ഓരോ രാജ്യത്ത് പോയി ജോലി ചെയ്ത് അവനവന്റെ കുടുംബം പുലർത്തുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടി ചെയ്ത പോലെ നമ്മളുടെ മനസ്സിലൊക്കെ ഈ പറയുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സെക്സ് ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ ഇത് വേണ്ടാതെ അല്ലെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ, സങ്കടം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വരുന്ന കൂട്ടത്തിൽ വരുന്ന മറ്റൊരു വികാരമാണ് സെക്സ്. അപ്പൊ അതും ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്ന് പറയുന്നില്ല. 12 വയസ്സായ ഒരു മകനാണ്. അപ്പൊ ആ കുട്ടി അറിവില്ലാത്ത കുട്ടിയല്ല. 2-3 വയസ്സായ കുട്ടിയാണെങ്കിൽ കൂടിയിട്ടും ഇന്ന് നല്ല അറിവുള്ള മക്കളാണ്. അപ്പൊ ഈ 12 വയസ്സായ ഒരു മകൻ വീട്ടിലുള്ളപ്പോ ആ വീട്ടിലേക്ക് ഒരു കാമുകനെ കൂട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ബോയ്ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് അവനെ കൊണ്ട് ആ കൊച്ചിനെ തല്ലുക. ആലോചിച്ച് നോക്കൂ. അമ്മയാണല്ലോ, അമ്മയല്ലേ വിജിഷേ, നമസ്തേ. അമ്മയാണല്ലോ. അമ്മ എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ മമത, സ്നേഹം, ക്ഷമ, ഇതെല്ലാം കൂടി ചേർന്നതാണ് അമ്മ. ഒരമ്മ എന്ന് പറയുന്ന വാക്കിന് വേറെ എന്താ പറയാ, അതിന് അതീതമായ വാക്കുകളില്ല ഈ ഭൂമിയിൽ. അത്രയും എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാ തരത്തിലുള്ള സഹതാപവും സ്നേഹവും സന്തോഷവും സങ്കടവും എല്ലാം ഉൾക്കൊള്ളുന്ന, ഈശ്വരൻ പോലും പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന് പറയുന്ന അത് ഈശ്വരനേക്കാളും മേലെയാണെന്ന്. ആ അമ്മ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ബോയ്ഫ്രണ്ടിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരിക, എന്നിട്ട് ആ ബോയ്ഫ്രണ്ട് ആ കൊച്ചിനെ തല്ലുക എന്ന് പറയുമ്പോ എവിടെയൊക്കെ ചാട്ടവാറിനടിക്കണ്ടേ? ഇതിനൊക്കെ ചാട്ടവാറിനടിക്കണ്ടേ? സ്വന്തം 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു മകന്റെ ദേഹത്ത് മറ്റൊരുത്തൻ കൈവയ്ക്കാന്ന് പറഞ്ഞാല് എവളെ ചാട്ടവാറിനടിക്കണ്ടേ? ആ കുഞ്ഞു കൊച്ചിന്റെ മനസ്സെന്താണ് മനസ്സിലാക്കാത്തത്? ഒരു കൊച്ചു മോനല്ലേ, ഒരു കുഞ്ഞു കൊച്ചല്ലേ. കേൾക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ കൊച്ചിന്റെ ദേഹത്തെ പാടുകളും ആ കൊച്ചിന്റെ ദേഹത്ത് നെഞ്ചത്തും മാന്തിപ്പറിച്ച പാടുകളും ഇതെല്ലാം കൂടി. ഞാൻ ചോദിക്കുന്നേ, ഇതിന് മാത്രം മാറ്റിയ മാറാത്ത അസുഖങ്ങളുണ്ടോ? ഇതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ ഇല്ലേ? അല്ലാതെ ഇങ്ങനെ റോട്ടിൽ കൂടെ തെണ്ടി നടക്കുന്ന കന്നിപ്പട്ടികള് കണ്ടതിന്റെ പേരെ പുറകെ കയറി എണ കൂടി നടക്കുന്ന പോലെ കന്നിമാസത്തിലെ പട്ടികളല്ലല്ലോ മനുഷ്യന് ഒരു തരത്തിലുള്ള ക്ഷമയും പിന്നെ സാഹചര്യ മനോഭാവവും ബോധവും ബുദ്ധിയും ഒക്കെ കൊടുത്തിട്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? അങ്ങനെയുള്ള ഒരു മനുഷ്യനായിട്ട് നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ താരമായിട്ട് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഇതുപോലെ സ്വന്തം കുഞ്ഞിനെ സെക്സിന് തടസ്സം വന്നെന്നും പറഞ്ഞിട്ട് പിന്നെ ഈ കൂടെ കൊണ്ടുവന്നവൻ അടിക്കാൻ നിൽക്കുമ്പോഴോ ആ കൊച്ചിനെ അടിക്കാൻ അവള് കൂട്ടു നിൽക്കുമ്പം അവളെ ഏത് പേരിട്ടിട്ടാ ഞാൻ വിളിക്കേണ്ടത്? ഇവൾക്ക് എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത്? നല്ല കാന്താരി മുളക് അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ടുണ്ടല്ലോ, പറയാൻ പറ്റാത്തടത്ത് അങ്ങ് ഐ എം സോ സോറി, എനിക്ക് അതാണ് എന്റെ വായി വരുന്നത്. അതോടുകൂടി മാറണം ഇവരുടെയൊക്കെ സൂക്കേട്, അതോടുകൂടി മാറണം. ശ്രീജഗോപാലൻ ശരിയാണ്, ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് പേര് അനുഭവിച്ച ഒരവസ്ഥയില് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഓരോരുത്തരുണ്ടാവാം. പക്ഷെ ഈ സംഗതിക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷനും കൂടി നമ്മൾ കണക്കാക്കപ്പെടണമല്ലോ. ഇതുപോലെ ചെയ്യുന്ന ഇതുപോലുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ എന്തിനാണ് ജനിപ്പിക്കാൻ പോകുന്നത്? എന്തിനാണ് ജനിപ്പിക്കുന്നത്? ഒറ്റയ്ക്കങ്ങ് നടന്നാ പോരെ? കൊച്ചുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് ആ കൊച്ചുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോഴ്, ആ കൊച്ചുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കുമ്പോഴ് ഇതൊക്കെ എന്ത്? പിന്നെ അത് മാത്രമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയുന്ന വേദാന്തങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് തള്ളിമറിക്കുന്ന വേദാന്തങ്ങള്, സാധാരണ മനുഷ്യന്റെ മുൻപിൽ വന്നിരുന്നിട്ട് തള്ളിമറിക്കുന്ന വേദാന്തങ്ങൾ എന്ന് പറഞ്ഞാല് എന്റെ പൊന്നോ, ഒരു തരത്തിലും രക്ഷയില്ലാത്ത വേദാന്തങ്ങളാ. ആ വേദാന്തങ്ങൾ തള്ളിമറിച്ചിട്ട് അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പിൻഭാഗം നോക്കിക്കഴിഞ്ഞാൽ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഓവ് ചാലുകളേക്കാൾ കഷ്ടമാണ് ഇവരുടെയൊക്കെ ജീവിതം. ആരും അത്ര ഹരിചന്ദ്രന്മാരൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും തെറ്റുകളും ശരികളും പിന്നെ ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള ഒരു പാക്കേജാണ് മനുഷ്യൻ, അല്ലെന്ന് പറയുന്നില്ല.
എല്ലാ മനുഷ്യരുടെ കയ്യിലുണ്ട്. പിന്നെ ചീത്ത സ്വഭാവമുള്ളവരും പൊട്ട സ്വഭാവമുള്ളവനും ഏത് കെട്ട സ്വഭാവമുള്ളവരായാലും ശരി, എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും ഒത്തിണങ്ങിയതാണ് മനുഷ്യൻ എന്ന് പറയുന്ന പാക്കേജ്. അല്ലാതെ എല്ലാം തികഞ്ഞവരാരുമില്ല, 100% പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. പക്ഷെ എന്നാലും വിരല് തന്നെയാണ് വിഴുങ്ങുന്നതെന്നുണ്ടെങ്കിലും, പിന്നെ ഒരല് തന്നെയാണ് വിഴുങ്ങുന്നതെന്നുണ്ടെങ്കിലും വിരല് കൊണ്ടൊരു മറ വേണ്ടേ? ഇതെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഒരു 12 വയസ്സായ ഒരു കുട്ടി അമ്മയുടെ കൂടെ വരുന്ന ബോയ് ഫ്രണ്ട് അത് എന്തിനാണ് വരുന്നതെന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ ആ കൊച്ചിനായിട്ടുണ്ടാവും, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ അവന്റെ മനസ്സിൽ എപ്പോഴും ജിജ്ഞാസ വരുന്ന ഒരു സമയവും പ്രായവുമാണത്. ആ ജിജ്ഞാസ വരുന്ന പ്രായത്തില് ആ കുട്ടിക്ക് ചിലപ്പോൾ ഉറക്കണ്ടാവില്ല. കാരണം എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോണേ? അപ്പൊ നമുക്കതിൽ നമ്മൾ ഇത്രയും പ്രായമായ ആൾക്കാരാണ്. ചെറിയൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് പറയാണ്, നോക്കൂ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയൂ, അല്ലെങ്കിൽ പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂരിയോസിറ്റി ആയി, കാര്യം പറയുന്നേ എന്ന് നമ്മളാണെങ്കിലും പറയും. പിന്നെ നമുക്ക് ആ കാര്യം കേൾക്കാണ്ട് ഭയങ്കര സമാധാനക്കേടാണ്. അപ്പൊ ആ സമാധാനക്കേടില് അതേപോലെ തന്നെയല്ലേ കൊച്ചുകുട്ടിയല്ലേ, അത്ര വലിയ വകതിരിവും കാര്യങ്ങളും പ്രാപ്തിയൊന്നും ആവാത്തൊരു കുട്ടി, 12 വയസ്സായ ഒരു കുട്ടിക്ക് ഈ ബോയ് ഫ്രണ്ട് കൂടെ വന്നിട്ട് പലതരത്തിലുള്ള ചേഷ്ടകളും പലതരത്തിലുള്ള ആംഗ്യങ്ങളും പല സൈനുകളും ആ കുട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്താ ഇവിടെ നടക്കാൻ പോകുന്നേ? കാരണം അവൻ എല്ലാത്തിനോടും എന്താണത് എന്ന് അറിയാനുള്ള ഒരു അഭിവാഞ്ചം എപ്പോഴും ഉണ്ടാവൂലോ കുട്ടികളുടെ മനസ്സിൽ. അങ്ങനെയുള്ളൊരു കൊച്ചു കുഞ്ഞിനെ, അവരൊരു 10 മാസം ചുമന്ന് പ്രസവിച്ചൊരു കൊച്ചു കുഞ്ഞിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, വേറെ കൊണ്ടുവന്ന ആൾക്കാര് അടിക്കാനായിട്ട് നിൽക്കുക, കൂടെ കൊണ്ടുവന്നവനെ കൊണ്ട് തല്ലിക്കുക, എവള് കയറി മാന്തുക. എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഒരു പിടി കിട്ടുന്നില്ല. നമ്മളൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടി കാലങ്ങളായിട്ട് 19 വർഷം 20 വർഷമായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടി, കുട്ടികളെ നോക്കാൻ വേണ്ടി, കുട്ടികളെ പിന്നെ എന്താ പറയാ ഒരു പ്രാപ്തിയിലാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരമ്മയാണ് ഞാനും. എന്നെ പോലെ എത്രയോ അമ്മമാര് വിദേശത്ത് പോയിട്ടും പല രാജ്യങ്ങളിൽ പോയിട്ടും ജോലി ചെയ്യുന്ന എന്നെ പോലെ എത്രയോ അമ്മമാര് പ്രവാസികൾ ഉണ്ടായിരിക്കും. അവരൊക്കെ അവരുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത്. ഇതൊക്കെ എന്തു തരം കന്നിപ്പട്ടി ജന്മമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ജീവന്റെ ജീവനായിട്ട് ചേർത്ത് പിടിച്ച്, നമ്മുടെ കുട്ടികളെ ജീവനാണ്, നമ്മൾ ജീവിച്ചില്ലെങ്കിലും അവര് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് ഒരമ്മയുടെ. ആ സ്ഥാനത്താണ് ഈ പറയുന്നത് സെക്സ് നടന്നില്ലെന്ന് വിചാരിച്ച സമയത്ത് സംഭവം നടന്നില്ല, അപ്പൊ കൊച്ചിനെ പിടിച്ച് മാന്തി ആടിച്ച് കുത്തി. എന്താണ് പറയേണ്ടത്? എന്താണ് ഈ കാലത്തിന്റെ പോക്ക്? അതും പരിശുദ്ധയായിട്ടുള്ള ഈ പറയുന്ന ചാനലിൽ വന്നിരുന്നിട്ട് വേദാന്തം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ കാണിക്കുന്നത്. അവരുടെ കൂടെ തന്നെ, അതായത് ഇപ്പൊ ABC-യുടെ കുറച്ച് നാളുകളായിട്ടുള്ള ചർച്ചകള് സെക്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, സെക്സ് ചെയ്യുന്നവൻ പിന്നെ മഹാനാണ്, സെക്സ് ചെയ്യുന്നവൻ മഹാനാവും, സെക്സ് ചെയ്യണം, സെക്സ് ഇമ്പോർട്ടന്റ് ആണ്, സെക്സിന് അങ്ങനെ സെക്സിനെ കുറിച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ABC-ല്. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന 2 പേര് ഇവളും ഇവളുടെ ബോയ് ഫ്രണ്ടുമാണ്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് 2 പേരും നന്നായിട്ട് അങ്ങ് പാസ്സായി. അടിപൊളി, നന്നായിട്ട് പാസ്സായി. നാട്ടുകാർ കേട്ടത് മാത്രമല്ല, നാട്ടുകാർ പരീക്ഷിച്ച് നോക്കണേക്കാൾ മുമ്പ് അവർ തന്നെ ഇങ്ങ് പരീക്ഷണം നടത്തി. അതാണ് ഇങ്ങനെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റാത്ത സംഭവങ്ങൾ ദേഹത്തുണ്ടെങ്കിൽ അങ്ങ് ചെത്തിക്കളയണ്ടേ? നമ്മുടെ ജീവിതത്തില് നമ്മുടെ മൂക്ക്, കണ്ണ്, വായ, നാക്ക്, കയ്യ്, കാല്, ഈ വക സംഭവങ്ങളെ മുഴുവൻ, ഇപ്പൊ നമുക്ക് 2 കൈയുണ്ട്, അടുത്ത് നടന്നു പോകുന്നതിനെ പിടിച്ച് 2 കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടും കിട്ടും, ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ തെറി വിളിക്കാൻ പോകാറില്ല, നമ്മൾ ഒരാളെ തല്ലാൻ ആവശ്യമില്ലാണ്ട് നമ്മൾ ആരെയും അടിക്കാൻ പോകാറില്ല, തല്ലാൻ പോകാറില്ല. കാരണം കൊടുത്തങ്ങോട്ട് കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടെ നാക്കിനെ നിയന്ത്രിക്കുന്നുണ്ട്, കയ്യിനെ നിയന്ത്രിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ കയ്യും കാലും നാക്കും കണ്ണും മൂക്കും ഒക്കെ നിയന്ത്രിക്കുന്ന അതേ അവസ്ഥ പോലെ തന്നെ ബാക്കി പല ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ആ സാധനം ദേഹത്ത് വേണ്ടെന്ന് വെക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാധനം നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെക്കണം, ചെത്തിക്കളഞ്ഞേക്കണം. എന്തിനാണത് അധികപ്പറ്റ്? നാട്ടുകാർക്ക് പണിയുണ്ടാക്കാൻ. കൊച്ചുകുട്ടികൾ എത്ര നിസ്സഹായരാണ് അവര്, കൊച്ചുമക്കൾ എത്ര നിസ്സഹായരാ. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ വീട്ടില് 10 വയസ്സായ ഒരു മോനും 6 വയസ്സായ ഒരു മോളും ഉണ്ട്. അവരുടെ അച്ഛനും അമ്മയും കൂടി അവരെ ചീത്ത പറയുകയോ വഴക്കിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഇടയിൽ ചാടി വീഴും. എനിക്ക് വഴക്ക് കേൾക്കും, ചേച്ചിയാണ് അവരെ വഷളാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയും, കൊച്ചുമക്കൾ അവരെപ്പോഴും നിസ്സഹായരാണ്, മനസ്സിലാക്കൂ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ് അവര്. കുഞ്ഞുങ്ങൾക്ക് എന്താ പറ്റുക? എന്ത് കാര്യം അവർ ചെയ്താലും നമ്മൾ പറയും പറ്റില്ല, നോ, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അതുങ്ങൾ പാവങ്ങൾ നമ്മളെ ആശ്രയിച്ച്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അവർ വലുതായി അവരുടെ സ്വന്തം കാലം നിൽക്കുന്നത് വരെ നമ്മളെ ആശ്രയിച്ചിട്ടല്ലേ അവർ ജീവിക്കുന്നേ. എന്ന് വെച്ച് കുട്ടികളെ അങ്ങേയറ്റം അഴിച്ചു വിടണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലുള്ള അക്രമങ്ങളൊക്കെ കഷ്ടമാണ്.
ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഒരാളെയും തല്ലി നേരെയാക്കാമെന്ന് വിചാരിച്ചാൽ അത് സമൂഹത്തിന് ബാധ്യതയായി പോവുള്ളൂ. ഏതെങ്കിലും ജയിലുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ജയിലിനോ ബാധ്യതയായി പോവും. നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച് ഇതുപോലുള്ള അവസ്ഥകളും അച്ഛനും അമ്മയും ഇല്ലാതെ അവിടെയും ഇവിടെയും ഇല്ലാതെ കുറച്ച് അവിടെ കുറച്ച് ഇവിടെ രണ്ടുപേരുടെയും കൂടി ജനിച്ചിട്ട് പിന്നെ അവസാനം ജീവിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് ഏതെങ്കിലും ജയിലിന് ബാധ്യതയായി പോവും. അതുപോലെ അനുഭവിക്കുകയല്ലേ കുഞ്ഞുങ്ങള്, കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് എന്താ പറ്റുക? നിഷ്കളങ്കമായ ബാല്യമല്ലേ. അതിശയവും അത്ഭുതവും തോന്നാണ്. ഇത്രയും മാന്യമായ വേഷങ്ങൾ അണിഞ്ഞ് നമ്മുടെ മുൻപിലിരിക്കുന്ന ഇവരുടെയൊക്കെ ചേഷ്ടകളും പ്രവർത്തികളും ഇവരുടെ ബാക്കിലൊക്കെ ഇതുപോലെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ജീവിതമാണെന്ന് കേൾക്കുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ, സഹതാപം മാത്രം. എന്റെ പൊന്നെ, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വിശന്നു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കണ്ടേ? ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മളൊന്ന് സഹിക്കില്ലേ? സഹനം വേണ്ടേ മനുഷ്യന്? നമ്മളൊക്കെ സഹനത്തിന്റെ ഹെഡ് ഓഫീസിൽ പോയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ആ സഹനത്തില് കുറച്ചു നേരം നമുക്ക് ഭക്ഷണം, ഓഫീസ് ജോലി കൊണ്ടോ മറ്റുള്ള ജോലി കൊണ്ടോ പണി കൊണ്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകി കഴിഞ്ഞാൽ നമ്മളങ്ങ് ക്ഷമിക്കില്ലേ? സഹിക്കില്ലേ? ഇപ്പൊ അന്നത്തെ രാത്രി ഇവൾക്ക് സെക്സ് നടന്നില്ലെങ്കിൽ പിന്നത്തെ ദിവസങ്ങളൊക്കെ ഭൂകമ്പം വന്ന് അവസാനിക്കണോ നാട്? വീണ്ടും ദിവസങ്ങൾ കിടക്കുകയല്ലേ? എപ്പ വേണമെങ്കിലും ആവാലോ. അതാ കൊച്ചില്ലാത്ത ആവാലോ. എന്തൊരു തോന്നിവാസങ്ങളാണ്. അതങ്ങനെ ഒരു അനുപമ ആചാരി. പിന്നെ അനുപമ ആചാര്യയുടെ മറ്റ് ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ നമ്മൾ വായിച്ചപ്പോൾ തമാശ തോന്നിയത് ഗംഭീരമാണ്. കാരണം ഇയാളുടെ പോസ്റ്റുകൾ ഞാൻ ഒരെണ്ണം വായിക്കാം. സെക്സിന് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്, എന്റെ മക്കളെ സേഫ് ആക്കണം, ഒരു കൂട്ട്, അതിനാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് എങ്ങനെ മക്കളുണ്ടായോ അറിയില്ല. എത്ര സത്യസന്ധമായ വാചകം. സെക്സിന് വേണ്ടിയല്ല കല്യാണം കഴിച്ചത്. അതൊന്നാമത്തെ. ഇനി രണ്ടാമത്തെ, സിംഗിൾ ആയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഗുരോ? ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രിയൊക്കെ. ഗുരോ, അയ്യോ അതല്ല, ആണോ? നമ്മൾ രാത്രിയാണല്ലോ ഇൻസ്റ്റയൊക്കെ തുറന്നിങ്ങനെ റീൽസ് കണ്ട് കിടക്കുന്നത്. അപ്പൊ നല്ല ലവബിൾ കപ്പിൾസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ തോന്നുമല്ലോ ഗുരോ എന്നാണൊക്കെ ചോദ്യങ്ങൾ. എല്ലാം ഡബിൾ മീനിങ്ങിലാണ്. അതാണ് പതിവ്രത രത്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഭാഗം കൊണ്ട് പതിവ്രതയാവുക, മറുഭാഗം കൊണ്ട് കന്നിപ്പട്ടികളെക്കാൾ കഷ്ടമാവുക. ഇതാണിത്. അപ്പൊ ഒരു സോഷ്യൽ മീഡിയ താരം ഈ അനുപമ ആചാര്യയെ പോലെ ഈ പറയുന്ന സംഗതിയാണ്. ഇനി അടുത്ത സോഷ്യൽ മീഡിയ താരം ജിജി മാരിയോ എന്ന് പറയുന്ന വേറൊരു പതിവ്രതയാണ്. ജിജി മാരിയോയും അവരുടെ ഹസ്ബൻഡ് എങ്ങാണ്ട് മുസ്ലിം ആയിരുന്നു. ഇപ്പോ അയാള് ജാതി മാറി വന്നിട്ടാണ് അയാൾ ക്രിസ്ത്യാനിയായിട്ട് കല്യാണം കഴിച്ചു. രണ്ടുപേരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിദയനീയം, അല്ലെങ്കിൽ എന്താ പറയാ, അറപ്പ് തോന്നുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ്. പണ്ടേ ഞാൻ ഇവരൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഇവരൊക്കെ ഉപദേശങ്ങൾ വിറ്റ് കാശാക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. ആത്മാർത്ഥത എന്ന് പറയുന്നത് അവരുടെ ഉപദേശത്തിലോ അവരുടെ സംസാരത്തിലോ ഇല്ലെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഈ ധ്യാനങ്ങളുടെ പേരിലും ഈ പറയുന്ന മറ്റുള്ള സംഗതികളുടെ പേരിലും ധ്യാനിക്കുക എന്നുള്ള പേരിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ പാസ്റ്റർമാരുടെ പോലെ തന്നെ മറ്റൊരു പാസ്റ്ററായിട്ട് ജീവിക്കുന്ന ആളാണ് ഈ ജിജി മാരിയോ എന്ന് പറയുന്ന സാധനം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ എത്ര പ്രാവശ്യം കെട്ടിപ്പിടിച്ചിട്ടുണ്ട്? എത്ര മുത്തം കൊടുത്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ സ്നേഹത്താൽ തഴുകിയിട്ടുണ്ട്, തലോടിയിട്ടുണ്ട്? നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും ചിലപ്പോൾ ഭർത്താവിനെ കെട്ടിപ്പിടിക്കാനും മുത്തം കൊടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആ നേരത്തെ അങ്ങനത്തെ ചൊറിയണ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും അതൊന്നും ഇതൊക്കെ മനസ്സിൽ നിന്ന് വരണ്ടേ? നമ്മളിപ്പോ ഒരു മിക്സി എടുത്തു, അതിന് മുന്നിൽ ജാറ് വെച്ച് തേങ്ങ ഇട്ടിട്ട് സ്വിച്ച് ഇട്ടാൽ ആ സാധനം അരഞ്ഞു വരുന്ന പോലെ ഒരു സ്ത്രീ എണീറ്റ് നിന്നിട്ട് റെഡി ആവ്, ഞാൻ നിന്റെ കൂടെ കിടക്കാൻ പോവാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? സ്വിച്ച് ഇട്ടാൽ വരുന്ന സംഗതികളാണോ ഈ പറയുന്ന കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലും തഴുകലും ഒക്കെ? ആണോ? അതിനൊക്കെ അതിൻ്റെതായ ഒരു മൂഡും വൈബൊക്കെ വേണ്ടേ? ഇപ്പൊ എത്രയോ മനുഷ്യര് ഒരു ചന്ദ്രികാ സോപ്പിന്റെ മണമെങ്കിലും ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി. ഇപ്പൊ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സാധാരണ വൈകുന്നേരം വരെ അടുക്കളയിൽ പണിയും ജോലിയും കഴിഞ്ഞിട്ട് പാത്രം തേപ്പും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് ആ തേച്ചതും പോയതും മുഴുവനും അവനവന്റെ സ്വന്തം ഡ്രസ്സിൽ തേച്ച് 2 ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് ആകെ കൂടെ വയർത്ത് ഒലിച്ച് എല്ലാ പണികളും കഴിഞ്ഞിട്ട് കേറി വന്ന് കിടക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എത്ര സ്ത്രീകൾ അവനവന്റെ ഭർത്താവിന് കാണാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്? ഞാനും ജിജി മാരിയോടെ പോലെ ചോദിക്കട്ടെ. വൈകുന്നേരം എല്ലാ ജോലികളും കഴിഞ്ഞ് നല്ല കുളിച്ച് സുന്ദരിയായി കുറച്ച് പൗഡറും പെർഫ്യൂമൊക്കെ പൂശി
നല്ല വേഷത്തിൽ നല്ല വേഷങ്ങൾ കെട്ടി അത്യാവശ്യം ഒന്ന് ഒരുങ്ങിയിട്ട് കിടപ്പറയിൽ വരുന്ന എത്ര സ്ത്രീകളുണ്ട്? ഇല്ലല്ലോ, കാണാൻ വളരെ അപൂർവമാണ്. അപ്പൊ ഈ പറയുന്ന ഉപദേശിക്കലും പിന്നെ മറ്റൊരു പരിപാടി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടു കിടക്കാനായിട്ട് എളുപ്പമാണ്. ഉപദേശിക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ അത് നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ട്. ജിജി മാരിയോ ചെയ്യുന്ന പോലെ ഈ കെട്ടിപ്പിടുത്തവും ഈ ഉപദേശങ്ങളും ഈ സംഗതികളൊക്കെ വളരെ ഈസിയാണ് പറയാൻ, വായി വെച്ച് പറയാനായിട്ട് ഈസിയാണ്. നല്ല ഈസി ആയിട്ട് ഇങ്ങനെ നല്ലതായിട്ട് തട്ടിവിടാം. ഒരു മൈക്കും കയ്യിലുണ്ടെങ്കിൽ പലതരത്തിലും കാണിക്കാം. സ്വന്തം ജീവിതത്തിൽ വരുമ്പോ അത് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ഏത് ഭാര്യ ഭർത്താവ് കുടുംബങ്ങളാണെങ്കിലും ശരി, ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ദേഷ്യം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്തൊക്കെ പറയും. കുറച്ചു കഴിഞ്ഞാൽ അവരുടെ പിണക്കം മാറും, അവർ വീണ്ടും പഴയ രീതിയിലാവും. ഇതൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ എല്ലാ വീടുകളിലും നടക്കുന്ന സംഗതികളാണ്. എന്ന് വെച്ചിട്ട് 24 മണിക്കൂറൊന്നും ആരും പിണങ്ങിയിരിക്കാറില്ല. ചില ആൾക്കാർ പെട്ടെന്ന് പിണങ്ങും, ചില ആൾക്കാർ പെട്ടെന്ന് ഇണങ്ങും, ചില ആൾക്കാർ സ്ത്രീകൾ വാശിക്കാരികളായിരിക്കും, ചിലതില് പുരുഷന്മാരായിരിക്കും വാശിക്കാര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ദൈവം കൂട്ടിമുട്ടിക്കുന്നത് ഒരാൾ കുറച്ച് കൂടിയതാണെങ്കിൽ ഒരാൾ കുറച്ച് കുറഞ്ഞതാണ്. അങ്ങനെയാണ് ജോഡി എപ്പോഴും ദൈവം ക്രിയേറ്റ് ചെയ്യാറ്. എന്റെ അനുഭവത്തില് ഈശ്വരൻ എപ്പോഴും കൂട്ടിച്ചേർക്കുമ്പോൾ അങ്ങനെയാണ്. ഒരെണ്ണം കുറച്ച് മേലെയാണെങ്കിൽ മറ്റതിനെ ഒന്ന് അമക്കാവുന്ന അല്ലെങ്കിൽ ജീവിക്കാവുന്ന കൂട്ടിച്ചേർന്ന് പോകാവുന്ന ജോഡികളെയാണ് ദൈവം കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങനെയാണ് ക്രിയേഷൻ അദ്ദേഹം അവിടെ നിന്നിട്ട് ചെയ്യാറ്. ഒരുത്തനത്തിരി ദേഷ്യക്കാരനാണെങ്കിൽ അവനെ സഹിക്കാനുള്ള ഒരു ഭാര്യയാണ് മിക്ക വീടുകളിലും കൊടുക്കുക. അങ്ങനെയുള്ള ജോഡികളാണ്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. പിന്നെ ഈ പറയുന്ന വെള്ളത്തിൽ കിടക്കുന്ന തവളകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന തവളകളാണ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും. അവരുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവരുടെ ഒരാളുടെ സൈഡ്, ഭാര്യയുടെ സൈഡും പറയാൻ പറ്റില്ല, ഭർത്താവിന്റെ സൈഡും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരുടെ ഭാഗത്തുണ്ടാവും. ഇതിൽ ആര് സത്യം പറയുന്നു, ആര് പിന്നെ ശരി പറയുന്നു, ആര് നുണ പറയുന്നു എന്നുള്ളത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരുമാതിരി നൂലപ്പം ഉണ്ടാക്കിയ അവസ്ഥയാണ് ഭാര്യ ഭർത്തൃബന്ധങ്ങൾ. നൂലപ്പം ഉണ്ടാക്കി വെച്ച് അതിന്റെ കെട്ടഴിച്ചെടുക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. എന്ന പോലെയാണ് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളാണ്. ഭാര്യ ചിലപ്പോൾ ഭാര്യയുടെ ഭാഗം ന്യായീകരിച്ച് പറയും, ഭർത്താവ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കുറ്റങ്ങളൊന്നും നമ്മൾ ഏറ്റുപറയാൻ അത്ര വലിയ ഹരിചന്ദ്രന്മാരൊന്നുമല്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗം തന്നെയാണ് നമ്മൾ ന്യായീകരിച്ച് പറയുള്ളൂ. ഭർത്താവ് പറയുമ്പോ ഭാര്യയുടെ കുറ്റം പറയും, ഭാര്യ പറയുമ്പോ ഭർത്താവിന്റെ കുറ്റം പറയും. ഇതൊക്കെ എന്താ പറയാ, ലോക സഹജമാണ്. എന്ന് വെച്ചിട്ട് അത് വിറ്റ് കാശാക്കി അതിന് കോടികൾ ഉണ്ടാക്കി, ആ കോടികൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഈ ജിജി മാരിയോ പറയുന്നത് ഭർത്താവിന് വേറൊരു അവിഹിതമുണ്ടെന്നാണ്. അവിഹിതം എന്ന് പറഞ്ഞാല് ഒരു ആൺ സുഹൃത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിനാണ് അവിടെ അടി നടക്കുന്നത്. അതുപോലും ഉൾക്കൊള്ളാൻ, അതായത് അത് ആരാണ്, എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അത് പൊരുത്തപ്പെട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതികൾ വരുമ്പോഴത്തേക്കും അടി കടുക് വറക്കണം. അവരുടെ പേഴ്സണൽ ജീവിതമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ സംഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ അവർ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരുടെ കുടുംബജീവിതമാണ്. അവിടെ പലതും നടന്നിട്ടുണ്ടാവും. അതിന് സാക്ഷികൾ അവർ മാത്രമാണ്. എനിക്കതിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ നിയന്ത്രണം വിട്ടു പോവാൻ പാടില്ലല്ലോ ജിജി മരിയോ. സ്വന്തം ഭർത്താവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്തുമായിട്ട് അയാള് അവിഹിതമായിട്ടുള്ള പല പരിപാടികൾ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണ്ടേ? അതെന്തുകൊണ്ട് പറ്റുന്നില്ല? സ്വന്തം ജീവിതത്തിൽ വരുമ്പോ എന്തുകൊണ്ട് ജിജി മാരിയോയ്ക്ക് പറ്റുന്നില്ല? അലറുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പല വീഡിയോകളും ഷൗട്ട് ചെയ്തിട്ട് ഉള്ള ചിത്രങ്ങളും പല സംഗതികളും നമ്മൾ കാണുന്നു കേൾക്കുന്നു ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ്. അതിനുള്ള അവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ജനങ്ങളെ ഇതുപോലെ പിന്നെ എന്താ പറയാ ഉപദേശിച്ച് നന്നാക്കുന്ന നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ അതങ്ങ് പിന്നെ നടപ്പാക്കിയാൽ മതിയായിരുന്നില്ലേ? ഭർത്താവ് അങ്ങനെ ഒരു അവിഹിതമുണ്ടോ? അയ്യോ പൊന്നു, അങ്ങനെ ചെയ്യല്ലേ പൊന്നെ കുട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെന്ന് കെട്ടിപ്പിടിച്ച് അയാളെ നേർവഴിക്ക് കൊണ്ടുവരണ്ടേ ജിജി മാരിയോ? അങ്ങനെയല്ലേ വേണ്ടത്? ഈ ഉപദേശത്തിന്റെ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ജിജി മാരിയോ ചെയ്യേണ്ടത് അതായിരുന്നു. പൊന്നു ചേട്ടാ, നമുക്കതൊന്നും വേണ്ട, എന്റെ കുഞ്ഞു കൊച്ചല്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാരുമായിട്ട് അവിഹിതൊന്നും പാടില്ല, എന്റെ കുഞ്ഞു കൊച്ചിനെ ഞാൻ ഇങ്ങനെ വന്നേ കെട്ടിപ്പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കണമായിരുന്നു. അപ്പൊ ജിജി മാരിയോ മനസ്സിലാക്കേണ്ടത് ഈ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് നടപ്പിലാക്കാനാണ് പാട്. പല കുടുംബങ്ങളിലും ഈ പറയുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ നിങ്ങൾ ഉപദേശിച്ച ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ കുടുംബത്തുണ്ടാവുന്ന വിഷയങ്ങൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെയാണ് പ്രശ്നം. നമുക്ക് ഉപദേശിക്കാനൊക്കെ ഭയങ്കര ഈസി. അയ്യോ നിങ്ങൾ നന്നായി ജീവിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പിയാണോ, ഓക്കെ, ശരിയാ. പക്ഷെ അത് എത്രത്തോളം പിന്നെ നടപ്പാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അത് ജീവിക്കുന്നവർക്കേ അറിയുള്ളൂ. ആ സിറ്റുവേഷൻസ് തരണം ചെയ്യുന്നവർക്കേ അറിയുള്ളൂ.
ഇതിപ്പോ അതിന്റെ പേരിൽ ഓരോ പാസ്റ്റർമാർ കാണിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥനയിലും മറ്റുള്ള ധ്യാനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും കോടികൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന നാട്ടുകാരെ മൂഞ്ചിച്ച കോടികൾ ഉണ്ടാക്കി അതിനടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിലും ഒരുപാട് മധ്യവയസ്കരുടെ ജീവിതത്തിലും തെറ്റിദ്ധാരണ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജിജി മാരിയോ എന്നാണ് പറയുന്നത്. അനാവശ്യമായ ഉപദേശങ്ങള്, അനാവശ്യമായ സോഷ്യൽ മീഡിയ വീഡിയോകള്, അനാവശ്യമായ ഉപദേശങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് പല കുടുംബങ്ങളും എന്താ പറയാ വഴക്കും ബഹളവുമായിട്ട് അങ്ങനെ. കാരണം ഇല്ലാത്ത സംശയങ്ങളാണ് കുത്തി മുളപ്പിക്കുന്നത്. ഇല്ലാത്ത സംശയങ്ങൾ കുത്തി മുളപ്പിക്കുകയാണ്. അതായത് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു മായാജാലമാണ് മനുഷ്യന്റെ മനസ്സ്. ആ മനസ്സിനകത്ത് ചെറിയൊരു വിത്ത് വീണ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് മുളയ്ക്കും. പിന്നെ അതങ്ങ് പടർന്ന് പന്തലിക്കും. നമ്മൾ ഇല്ലെന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അത് അവിടെ നടക്കും. അപ്പൊ മാന്യമായിട്ട് ജീവിച്ചിരുന്ന സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിച്ചിരുന്ന പല കുടുംബങ്ങളിലും കുത്തിത്തിരിപ്പും ഈ പറയുന്ന സംശയത്തിന്റെ വിത്തുകളും വിതച്ച് അതൊരു ദിവസം എല്ലാം കൂടി സ്വന്തം തലയ്ക്കകത്ത് വീണുന്നങ്ങ് വിചാരിച്ചാൽ മതി. ജനുവിനായിട്ടല്ലെങ്കിൽ, മാന്യമായിട്ടല്ലെങ്കിൽ, ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആ കർമ്മ പോലെ തന്നെ തിരിച്ചടിക്കും. അതങ്ങ് തിരിച്ചടിച്ചു, അത്രേ ഉള്ളൂ. കൊടുത്തു കൊല്ലത്തും കിട്ടുന്നു പറയില്ലേ, കൊടുത്താല്. അതാണ് കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തികളിൽ ആത്മാർത്ഥത ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ദിവസം തിരിച്ച് നമ്മളെ തന്നെ കൊഞ്ഞനം കുത്തും. അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. അപ്പൊ ഞാൻ പറയുമ്പോ ജിജി മാരിയോട് ഇപ്പൊ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസും ഒത്തിരി പോസ്റ്റുകളൊക്കെ ഇപ്പൊ ലാസ്റ്റ് വരെ ഞാൻ അതിന്റെ പോസ്റ്റ് കണ്ടു. അപ്പൊ ജിജി മാരിയോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ പറയുന്ന സംഗതികൾ, ഉപദേശത്തിലുണ്ടായിരുന്ന എല്ലാ ഗുണപാഠങ്ങളും വെച്ചിട്ട് ആ ഭർത്താവിന് ഇപ്പൊ ഇനി അങ്ങനെ തന്നെ ഒരാൾ ഉണ്ടായിരുന്നു, ഒരു ബന്ധം ഉണ്ടായിരുന്നു ഭർത്താവിനുണ്ടെങ്കിൽ നല്ല എന്താ പറയാ പരിശുദ്ധയായ ഭാര്യ അല്ലെങ്കിൽ പതിവ്രതയായ ഭാര്യയായ ജിജി മാരിയോ എന്ത് ചെയ്യണമായിരുന്നു? പൊന്നു കൊച്ചെ അങ്ങനെ ഒന്നും ചെയ്യില്ലയുടെ കുഞ്ഞേന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കെട്ടിപ്പിടിക്കണമായിരുന്നു. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ഭർത്താവ് നേരെയായേനില്ലേ? അയാളെ നേരെ ഇത്രയും ഷൗട്ട് ചെയ്ത് അയാളെ പിന്നെ അടപടലം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ജിജി മാരിയോ? നിങ്ങളുടെ ഉപദേശങ്ങളും ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചത്തു കിടക്കുന്ന പോത്ത് വരെ എണീറ്റ് ഓടും. അത്രയും പെർഫെക്റ്റ് ആയിരുന്നല്ലോ. എന്തുകൊണ്ട് സ്വന്തം ജീവിതം വന്നപ്പോ പരാജയപ്പെട്ടു പോയത്? അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത് ജിജി മാരിയോ? ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് കഷ്ടപ്പാട്, പങ്കപ്പാട്. പിന്നെ നിങ്ങളുടെ കുരുട്ടുബുദ്ധിയില്, ഓരോരുത്തരുടെ കുരുട്ടുബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവരവര് വിളിച്ചു പറയുന്നത്. ഈ പറയുന്ന ജിജി മാരിയുടെ തലയ്ക്കകത്ത് തോന്നുന്ന, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പടച്ചുവിടുന്ന നാടകങ്ങളില് ഏതെങ്കിലും കുടുംബങ്ങളൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശാപം ഉണ്ടാവും, ഉറപ്പാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ആകെ കൂടിയിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു ന്യൂസോ മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങളോ യാതൊന്നുമല്ല കാണുന്നത്. എങ്ങനെ സെക്സ് ചെയ്യാം, 60-ലെ പ്രണയം, 40-ലെ പ്രണയം, പെണ്ണിന്റെ സെക്സ്, ആണിന്റെ സെക്സ്, വയസ്സായവന്റെ സെക്സ്, മകന്റെ പ്രായമുള്ള മകന്റെ കൂടെ കിടന്ന അമ്മയുടെ പ്രായമുള്ള അമ്മയുടെ, എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കുന്നത്. എത്ര എണ്ണത്തിനാ ബ്ലോക്ക് ചെയ്ത് വിടുക? സെക്സ് എന്നാൽ സെക്സ് ഇങ്ങനെയാണ്, സെക്സ് അങ്ങനെ ചെയ്യേണ്ടത്, സെക്സ് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ 60 വയസ്സായ സ്ത്രീയുടെ കൂടെ അത് 60-ലെ പ്രണയം ഒന്ന് വേറെയാണ്, 40-ലെ പ്രണയം എന്ന് പറഞ്ഞാൽ അത് അതിഗംഭീരമാണ്. എന്തോന്നാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എല്ലാതുങ്ങളും കൂടി കിടന്നിട്ട് ഇപ്പം ആകെ മൊത്തം ജീവിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടാണെന്ന് തോന്നും കണ്ടാല്. അല്ലാണ്ട് ഉണ്ണേ വേണ്ട, ഉറങ്ങേ വേണ്ട, കുടിക്കേ വേണ്ട, കുളിക്കേ വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യൻ ജീവിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല അനുഭവങ്ങളും വെച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ സെക്സിനെ കുറിച്ച് എഴുതുമ്പോ അത് അവരുടെ മാത്രം അഭിപ്രായമാണെന്ന് മനസ്സിലാക്കാനുള്ള പിന്നെ തലച്ചോറുണ്ടായാൽ മതി. അതുപോലെ സ്ത്രീയെ ഭർത്താക്കന്മാർക്ക് പ്രേമിക്കാൻ അറിയില്ല, പ്രണയിക്കാൻ അറിയില്ല. എന്റെ പൊന്നെ, എന്നാ നിങ്ങൾക്കറിയാവോ? അത് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പുരുഷൻ അവരെ പ്രണയിച്ചു കാണില്ല, സ്നേഹിച്ചു കാണില്ല, അല്ലെങ്കിൽ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം. അത് അവരുടെ മാത്രം അനുഭവമാണ്. അതിനാണ് ലോകത്തുള്ള മൊത്തം പുരുഷന്മാരെ അടച്ചിട്ട് പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല. പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലെന്ന് ആരാ പറഞ്ഞത്? ഇതേപോലത്തെ പൊട്ടത്തരങ്ങൾ ഓരോ വ്യക്തികളും വന്ന് പറയുന്നത് അവരുടെ അനുഭവത്തിന്റെ പിന്നെ നിറച്ചാർത്ത് വെച്ച് ചാലിച്ചു കൂട്ടി മാത്രമാണ്. അല്ലാതെ നാട്ടിൽ ഇവര് സെൻസസ് എടുക്കാൻ നടക്കുന്നുണ്ടോ? സെക്സ് എത്രത്തോളം നല്ലതാണ്? പെണ്ണിന്റെ സെക്സ് ആണോ നല്ലത്, ആണിന്റെ സെക്സ് ആണോ നല്ലത്? ആണിന് പ്രേമിക്കാൻ അറിയോ, പെണ്ണിനാണോ പ്രേമിക്കാൻ അറിയാം? ഇതൊക്കെ സെൻസസ് നടക്കാൻ പറ്റുമോ? അങ്ങനെയാണോ പറയേണ്ടത്?
ഒരു വന്നിരുന്നിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായത്തിന്റെ വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേരോട് ചോദിച്ചറിഞ്ഞിട്ട് വേണ്ടേ? സ്വന്തം ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് പറയുമ്പോൾ അതിൽ പകുതി കുറ്റം അവരവർക്കും ഉണ്ടാവും, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും പകുതി നമ്മുടെ ഭാഗത്തുണ്ടാവും, പകുതി അപ്പുറത്തെ ഭാഗത്തുണ്ടാവും. അല്ലാണ്ട് 100% പിന്നെ അപ്പുറത്തുള്ള ആള് മോശക്കാരനാണ്, ഇപ്പുറത്തുള്ള ആള് 100% ഞാൻ പെർഫെക്റ്റ് ആണ്, അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ തോന്നിവാസങ്ങൾ മുഴുവനും, അതായത് ഈ എങ്ങനെ സെക്സ് ചെയ്യണം, അവളെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം, അവനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം, ആണുങ്ങൾ സെക്സ് ചെയ്യുന്നത് തലച്ചോറ് കൊണ്ടാണ്, പെണ്ണുങ്ങൾ സെക്സ് ചെയ്യുന്നത് മറ്റൊന്ന്. എന്റെ പൊന്നെ, ഇതൊന്നും ഈ പറയുന്ന സംഗതികൾ മുഴുവനും കണ്ടും കേട്ടും മനുഷ്യൻ ഇങ്ങനെ എന്താ പറയാ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതിയിൽ തന്നെ നമുക്കിപ്പം വരാൻ തന്നെ അറപ്പാണ്. ഒരു മനുഷ്യന് ഉപകാരപ്രദമായ യാതൊരു കാര്യങ്ങളെ കുറിച്ചും ചർച്ച നടക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരുപാട് തലയൊക്കെ നരച്ചിട്ട്, വളരെ തല നരച്ചിട്ട് മകന്റെ പ്രായമുള്ളവരുടെ കൂടെ തന്നെ അവരെ പ്രേമിച്ചാൽ എന്ത് കുഴപ്പം? അമ്മയുടെ പ്രായമുള്ള ഒരാള് മകന്റെ പ്രായമുള്ള ഒരാളും കൂടി ജീവിച്ചാൽ എന്താണ് പ്രശ്നം? ഇതൊക്കെയാണ് ചോദ്യങ്ങള്. സമൂഹം എങ്ങനെ നേരെയാവാനാ? നമുക്ക് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മകന്റെ പ്രായമുള്ള അവരുടെ കൂടെയൊക്കെ കിടന്ന് സെക്സ് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ നാടിന്റെ പോക്ക്, ഈ നാട് അവസാന നശവശമാവുന്നല്ലാതെ വേറെ എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഒന്നും പറയാനില്ല. പൈസ ഉണ്ടാക്കാനായിട്ട് എന്തും ചെയ്യുന്ന, എന്തും പടച്ചു വിടുന്ന, എന്ത് തോന്നിവാസവും കാണിക്കുന്ന ഒരു അവസ്ഥ. പണം മതി, പണം മാത്രം മതി. അത് ആരെ കൂട്ടിക്കൊടുത്തിട്ടായാലും കുഴപ്പമില്ല, ആരെ ചതിച്ചിട്ടായാലും വേണ്ടില്ല, ആരെ ഒറ്റുകൊടുത്തിട്ടായാലും വേണ്ടില്ല, ആരുടെ മുൻപിൽ കള്ള നാടകം കളിച്ചിട്ടായാലും വേണ്ടില്ല. പണം 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 ഉണ്ടാക്കണം, പണം, പൈസ, പണം. എല്ലാ മേഖലയിലും പണം മാത്രം മതി. അതാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. അതിന്റെ കൂടെ കുറച്ച് സെക്സിൽ ചാലിച്ച ആ 3 വാക്കും കൂടെ എഴുതി കഴിഞ്ഞാൽ ജനങ്ങൾ കമിഴ്ന്നടിച്ചു വീഴും, പ്രത്യേകിച്ചും മലയാളി. കഷ്ടമാണ്. അപ്പൊ ഈ പറയുന്ന അനുപമ ആചാര്യാണെങ്കിലും ജിജി മാരിയോ പോലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് കാണുമ്പോൾ ഇവരെ കാണാനുള്ള സൗന്ദര്യവും ഇവരുടെ പുറകിലുള്ള ചീഞ്ഞളിഞ്ഞ ജീവിതവും എത്രത്തോളം വൃത്തികെട്ടതാണെന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതാണ്. നമ്മളൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ജീവിച്ച് ജീവിതം അവസാനിക്കാറായ ആൾക്കാരാണ് എന്നെ പോലുള്ളവരൊക്കെ. ആ സ്ഥാനത്താണ് ഈ കാണുന്നത്. ഒരു നേരം സെക്സ് ചെയ്യാൻ പറ്റിയില്ല. ഒരു നേരം സെക്സ് ഈ പറയുന്ന പ്രവാസ ജീവിതത്തിലൊക്കെ പോയിട്ട് ജീവിക്കുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സെക്സ് ചെയ്യാൻ പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. 4 ചുമരുകൾക്കുള്ളില് പിന്നെ ഒതുങ്ങി കിട്ടിയാലല്ലേ ഈ പറയുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അന്യനാടുകളിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യര് അവന് സെക്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു നേരം ഉണ്ടാവില്ല. ആ സ്ഥാനത്താണ് ഇവിടെ ഒരു നേരം സെക്സ് നഷ്ടപ്പെട്ടു, കൊച്ചിനെ അങ്ങ് അടിച്ച് അവശനാക്കി, മാന്തി പറിച്ച് പരവശനാക്കി, 12 വയസ്സായ കൊച്ചിനെ. അപാരം, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ നാടിന്റെ പ്രവർത്തികളും നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ചിന്താഗതികളും പോക്കും, ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാതിരിക്കുക. കാരണം നമ്മുടെ മുൻപിൽ കാണുന്നത് മുഴുവനും പൊയ് മുഖങ്ങളാണ് മുഴുവൻ. അത്ഭുതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരിക്കലും പോലും ചിന്തിക്കില്ല, അയാളെ കണ്ട എന്തൊരു മാന്യനാണ്. ഒരു മനുഷ്യന്റെ വേഷവിധാനത്തിലും രൂപത്തിലും യാതൊരു തരത്തിലുള്ള മാച്ചുമില്ല അയാളുടെ പ്രവൃത്തിയായിട്ടെന്നുള്ളത് ഒരുപാട് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാ. നമ്മൾ കാണുമ്പോൾ ഭയങ്കര മാന്യനാണ്, ഭയങ്കര പേഴ്സണാലിറ്റിയാണ്, സംസാരവും അതിലേക്കാൾ മധുരമാണ്. എന്തൊരു മാന്യൻ, എന്തൊരു എന്താ പറയാ പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യൻ, നല്ല സംസാരം. പക്ഷേ അണ്ടിയോടെടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി മനസ്സിലാവുന്നത്. അപ്പോ ഒരു മനുഷ്യന്റെ വേഷവും അയാളുടെ പേഴ്സണാലിറ്റിയും അയാളുടെ ഈ പറയുന്ന സംഗതികളൊക്കെ ഒത്തൊരുമിച്ചിരിക്കുന്ന അയാളുടെ ക്യാരക്ടറിലാണ്. ആ ക്യാരക്ടർ മനസ്സിലായി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇയാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? പറ്റും. അതാണ് ഈ ലോകം. ആ കാണുന്ന രൂപത്തിലും ആ കാണുന്ന ഭാവത്തിലൊന്നും യാതൊന്നും ഉണ്ടാവില്ല. അത് വെറും പുറംപൂച്ച് മാത്രമാണ്. തമ്മിൽ ഭേദം വഴിയിൽ കിടക്കുന്ന കുളിക്കാണ്ടും നനയ്ക്കാണ്ടും കിടക്കുന്ന പിച്ചക്കാരനുണ്ടല്ലോ, അയാൾക്ക് അതിനേക്കാളൊക്കെ നല്ല പേഴ്സണാലിറ്റി, നല്ല മനസ്സുണ്ടാവും. ഒരു മനുഷ്യന്റെ മനസ്സിലാണ് എല്ലാം. ഒരു മനുഷ്യന്റെ മനസ്സ് നന്നായാൽ മതി. ആ മനസ്സ് നല്ലതാണെങ്കിൽ ബാക്കി വേഷം കൊള്ളില്ലെങ്കിലും വേണ്ടില്ല, കാണാൻ കൊള്ളില്ലെങ്കിലും വേണ്ടില്ല, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മനുഷ്യന്റെ മനസ്സും ചിന്താഗതിയും നന്നായാൽ 100% പെർഫെക്റ്റ് ആണ്. അതാണ് അത്യാവശ്യം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ആത്മാർത്ഥമായൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ വേഷവിധാനത്തിലൊന്നും ഒരു കാര്യമില്ല. അത് കണ്ടിട്ടൊന്നും മയങ്ങരുതാരും. അതിൽ മയങ്ങിപ്പോയാൽ പണി കിട്ടും. 100ന്റെ അല്ല 8ന്റെ പണി കിട്ടും.
ഇത് സ്വന്തം അനുഭവം കൊണ്ട് കൂടിയാണ് പറയണെന്ന് മനസ്സിലാക്കിയോളൂ. രൂപത്തിലൊന്നും യാതൊരു കാര്യവുമില്ല, മനസ്സിലാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലാണ് കാര്യം. അവന്റെ എഡ്യൂക്കേഷൻ നോ, അവന്റെ പേഴ്സണാലിറ്റി നോ, അതൊന്നും നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ മനസ്സും പ്രവൃത്തിയും, സത്യസന്ധനായ ഒരു മനുഷ്യൻ അയാളുടെ മനസ്സ് നല്ലതാണെങ്കിൽ, മറ്റുള്ളവരോട് കരുണയും ആത്മാർത്ഥതയുമുള്ള, മറ്റുള്ളവന്റെ സങ്കടം മനസ്സിലാക്കാൻ പറ്റുന്ന, അതാണ് ഏറ്റവും ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റുള്ളവന്റെ സങ്കടം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അവരുടെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്നവന്റെ സ്ഥാനത്ത് മാറി നിന്ന് ചിന്തിക്കാൻ, അവന്റെ കഷ്ടപ്പാട് എന്താണ്, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആ സ്ഥാനത്തേക്ക് മാറി നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, അവൻ മനുഷ്യൻ. അവന്റെ മനസ്സ് നല്ലത്, അത് നന്മ. ആ നന്മ മനസ്സിൽ ആരുടെയുണ്ടോ അവരെ നമ്മൾ കൂടെ കൂട്ടിയാൽ മതി. അല്ലാത്തതിനെയൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ രീതിയിലുള്ള പുതിയ തലമുറ, എഡ്യൂക്കേഷനാണ്, നല്ല പഠിപ്പും വിവരമുണ്ട്, പക്ഷെ യുക്തിയില്ല, യുക്തിബോധവുമില്ല. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല, മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയില്ല. ഇവരൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വക ഉപദേശങ്ങൾക്കൊന്നും ചെവി കൊടുത്തിട്ട് കാര്യമില്ല. സ്വന്തം മനസ്സാലെ, സ്വന്തം മനസാക്ഷിയാലെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, സത്യസന്ധമായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക, കഷ്ടപ്പാട് മനസ്സിലാക്കി ജീവിക്കുന്നവൻ അവൻ മനുഷ്യൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ, നന്ദി, താങ്ക് യു, ഗുഡ് നൈറ്റ്.